KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര മീലാദ് സമ്മേളനവും ദേശീയ ദിനാഘോഷവും ഇന്ന് ബഹ്റൈനിൽ റയീസുൽ ഉലമയും ഖമറുൽ ഉലമയും സംബന്ധിക്കും. തത്സമയം KMICയിൽ. തന്റെ ഫയലുകളും CBI കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. ഹൃദയാഘാതം 3 മാസം മുമ്പ് അറിയാം. മലയാളി വികസിപ്പിച്ച ഉപകരണത്തിന് പേറ്റന്റ് ലഭിച്ചു. മോദിയുടെ പ്രസംഗ പരിഭാഷ തെറ്റിച്ച സംഭവം. ഹിന്ദി അറിയാം, പ്രസംഗം കേൾക്കാത്തതിനാൽ പിന്മാറുകയായിരുന്നുവെന്ന് കെ സുരേന്ദ്രൻ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഗൂഗിൾ സൗജന്യ വൈഫൈ ജനുവരി മുതൽ. പ്രതിമാ വിവാദം ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ല. മോദിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. പ്രതിസന്ധികൾ മറികടന്ന് ബഹ്റൈൻ കുതിക്കുകയാണ്. ബഹ്റൈൻ ഇന്ന് 44ാം ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിൽ. ജാമിയ സൈദിയുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് വിട്ടുനിന്ന സ്പീക്കർ N ശക്തൻ സഭയിലെത്തി. ഡൽഹി മർക്കസും സോൺ SSFും സംയുക്തമായി മീലാദ് ക്യാമ്പയിൻ ആചരിക്കുന്നു. വാർത്തകൾ വിശദമായി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിലെ CBI റെയ്ഡിൽ പുതിയ ആരോപണവുമായി കെജ്രിവാൾ രംഗത്തെത്തി. തന്റെ ഫയലുകളും CBI പിടിച്ചെടുത്തതായി അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു. പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേന്ദ്രകുമാറിന്റെ കേസുമായി ബന്ധമില്ലാത്ത ഫയലുകൾ കൊണ്ടുപോയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷന്റെ തലവനായിരിക്കുമ്പോൾ നടന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട ഫയലുകളും പരിശോധിച്ചിട്ടുണ്ട്. ഇത് ഫോട്ടോകോപ്പി എടുത്തിട്ടുണ്ടോയെന്ന സംശയമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്രിക്കറ്റ് അസോസിയേഷനിലെ അഴിമതി ആരോപണം ജെയ്റ്റ്ലി എന്തിനു ഭയക്കുന്നു? അഴിമതിയിൽ ജെയ്റ്റ്ലിക്കുള്ള പങ്ക് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ കെജ്രിവാളിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കുന്നില്ലെന്ന് ജെയ്റ്റ്ലി പറഞ്ഞു. ഇന്നലെയാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ CBI റെയ്ഡ് നടത്തിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് റെയ്ഡ് നടത്തിയിട്ടില്ലെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തിന്റെ ഓഫീസാണ് പരിശോധിച്ചതെന്നും CBI വ്യക്തമാക്കിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തർജ്ജമ നടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി BJP സംസ്ഥാന സെക്രട്ടറി കെ സുരേന്ദ്രൻ. മോദിയുടെ പ്രസംഗം കേൾക്കാൻ സാധിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തുടക്കത്തിൽ തന്നെ തെറ്റ് മനസ്സിലാകുകയും ചെയ്തു. തുടർന്ന് സ്റ്റാൻഡ് അടുത്തേക്ക് നീക്കാൻ മോദി ആവശ്യപ്പെട്ടു. എന്നാൽ താൻ സ്വമേധയാ മൈക്ക് V മുരളീധരന് നൽകുകയായിരുന്നു. മുൻപ് തിരുവനന്തപുരത്തും കാസർഗോഡും മോദി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം തർജ്ജമ ചെയ്തത് താനായിരുന്നു. പിന്നീട് അമിത് ഷാ പാലക്കാട് വന്നപ്പോഴും താൻ തന്നെയായിരുന്നു തർജ്ജമ നടത്തിയതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. മോദി തന്നെ ശാസിച്ചു ഇറക്കിവിട്ടു എന്ന രീതിയിലുള്ള പ്രചാരണം ശരിയല്ല. ആർക്കും പറ്റാവുന്ന തെറ്റാണ് അവിടെ സംഭവിച്ചത്. സോഷ്യൽ മീഡിയയിൽ തന്നെ അടിക്കാൻ വടി കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുകയാണ്. ആരും വിമർശനത്തിന് അതീതരല്ല. രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ ഇതെല്ലാം സ്വാഭാവികമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് വിട്ടുനിന്ന സ്പീക്കർ N ശക്തൻ സഭയിലെത്തി. മുഖ്യമന്ത്രിയും മുന്നണി നേതാക്കളും നടത്തിയ മാരത്തൺ ചർച്ചയിലൂടെയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ആഭ്യന്തരമന്ത്രി ഫോണിലൂടെ സ്പീക്കറെ വിളിച്ച് തന്റെ പരാമർശം മനഃപൂർവ്വമല്ലെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. ഇതിനുശേഷമാണ് 4 മണിക്കൂറിലധികം നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ച് സ്പീക്കർ സഭയിലെത്തി നിയന്ത്രണം ഏറ്റെടുത്തത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. ഓഫീസിലെത്തിയെങ്കിലും സഭാ നടപടികൾ നിയന്ത്രിക്കാതെ അദ്ദേഹം വിട്ടുനിൽക്കുകയായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവിയാണ് സഭാ നടപടികൾ നിയന്ത്രിച്ചത്. ഇന്നലെ അംഗങ്ങൾ പ്രസംഗം ചുരുക്കണമെന്ന സ്പീക്കറുടെ നിർദ്ദേശത്തിനെതിരെ ചെന്നിത്തല സഭയിൽ പ്രതികരിച്ചിരുന്നു. ദോശ ചുടുന്ന പോലെയാണോ ബില്ലുകൾ പാസാക്കേണ്ടതെന്നായിരുന്നു ചെന്നിത്തലയുടെ പരാമർശം. പ്രസംഗം വെട്ടിച്ചുരുക്കേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിമാർക്ക് പ്രധാനമന്ത്രിയെ കാണാനുള്ളതുകൊണ്ടാണ് പ്രസംഗം ചുരുക്കാൻ പറഞ്ഞതെന്നും നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഇഷ്ടം പോലെ പ്രസംഗിച്ചോളൂ എന്നും സ്പീക്കർ ഇതിന് മറുപടി നൽകിയിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം തന്റെ അധികാരപരിധിയിൽ മന്ത്രിയുടെ കൈക്കടത്തലായെന്ന നിലപാടാണ് സ്പീക്കറെ ഇന്ന് വിട്ടുനിൽക്കുന്നതിന് പ്രേരിപ്പിച്ചത്.
പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 30 പൈസയും ഡീസൽ ലിറ്ററിന് 1.17 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഇടിഞ്ഞതിന്റെ ആനുകൂല്യം മുതലാക്കാനാണ് തീരുവ വർദ്ധിപ്പിച്ചത്. ഇതിലൂടെ ഈ സാമ്പത്തിക വർഷം 25,000 കോടിയുടെ അധിക വരുമാനമാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ എക്സൈസ് തീരുവ കൂട്ടിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിമാ വിവാദത്തിൽ പ്രതിഷേധവുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രിക്ക് കത്തു നൽകി. വിവാദം ഒഴിവാക്കാൻ പിഎംഒ ഇടപെടാതിരുന്നത് ആശ്ചര്യകരമാണെന്ന് മുഖ്യമന്ത്രി കത്തിൽ പറയുന്നു. പറയാനുള്ളത് പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ടോയെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആവർത്തിച്ചു ചോദിച്ചത് സംശയകരമെന്ന് മന്ത്രി കെ.സി. ജോസഫ് പറഞ്ഞു. ആർ ശങ്കറിന്റെ പ്രതിമ അനാവരണ ചടങ്ങിൽ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധം പ്രധാനമന്ത്രിയെ നേരിട്ടറിയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. വിവാദം ഒഴിവാക്കാൻ ഓഫീസ് ഇടപെടാത്തത് ആശ്ചര്യകരമാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ഇങ്ങനെയുണ്ടായാൽ എന്താവും പ്രതികരണമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ചോദിക്കുന്നു. പ്രധാനമന്ത്രി കേരളത്തിലുള്ളപ്പോൾ തർക്കം ഒഴിവാക്കാനാണ് നേരത്തെ പ്രതികരിക്കാതിരുന്നതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പ്രധാനമന്ത്രിയെ അപമാനിക്കലല്ല പാരമ്പര്യം. ചടങ്ങിൽ ആർ ശങ്കറിന്റെ മക്കൾ പങ്കെടുക്കാതിരുന്നതിനെ വിലക്കുറച്ച് കാണേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പിഎംഒ കാട്ടിയ ജാഗ്രതയും തിടുക്കവും സംശയകരമാണെന്ന് മന്ത്രി കെ.സി. ജോസഫ് വാർത്താസമ്മേളനത്തിൽ വിമർശിച്ചു. കൊച്ചിയിൽ വെച്ച് കണ്ടു, തലസ്ഥാനത്ത് വെച്ച് കണ്ടു. അദ്ദേഹത്തോട് ഇത് സംബന്ധിച്ച് സംസാരിക്കാനുള്ള സാമാന്യ മര്യാദ പ്രധാനമന്ത്രി കാണിക്കാൻ വളരെയേറെ പ്രതിഷേധമുണ്ട്. ചടങ്ങിൽ ഒഴിവായെന്ന് മുഖ്യമന്ത്രി കത്തയച്ചിട്ടില്ല. രാജീവ് പ്രതാപ് റൂഡി ലോക്സഭയിൽ പറഞ്ഞത് കള്ളമാണ്. മുഖ്യമന്ത്രി പങ്കെടുത്താൽ പ്രശ്നമുണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടില്ലെന്നും കെ.സി. ജോസഫ് പറഞ്ഞു. രാജ്യത്തെ 100 റെയിൽവേ സ്റ്റേഷനുകളിൽ അടുത്ത വർഷം അവസാനത്തോടെ സൌജന്യ ഹൈസ്പീഡ് വൈഫൈ സൌകര്യം ഏർപ്പെടുത്തുമെന്ന് ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെ അറിയിച്ചു. ഇതിന്റെ ആദ്യപടിയായി ജനുവരിയിൽ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ സൌജന്യ വൈഫൈ സൌകര്യം ഏർപ്പെടുത്തും. 3 വർഷത്തിനകം രാജ്യത്തെ 3 ലക്ഷം ഗ്രാമങ്ങളെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാനാവുമെന്നും ഡൽഹിയിൽ നടന്ന ഗൂഗിൾ ഫോർ ഇന്ത്യ പരിപാടിയിൽ സുന്ദർ പിച്ചെ അറിയിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിലിക്കൺ വാലിയിലെ ഗൂഗിൾ ആസ്ഥാനം സന്ദർശിച്ചപ്പോഴാണ് ഇത് സംബന്ധമായ തീരുമാനമുണ്ടായത്. ഗൂഗിളിന്റെ ഭാവി ഇന്ത്യൻ പദ്ധതികൾ വിശദീകരിക്കവെയാണ് സുന്ദർ പിച്ചെ ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യക്കാരനായ സിഇഒക്ക് ഒപ്പം ഗൂഗിളിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ജനുവരിയോടെ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിന് റെയിൽവേയുമായും റെയിൽ ടെല്ലുമായും ഗൂഗിൾ പ്രവർത്തിച്ചു വരികയാണ്. തുടക്കത്തിൽ സൌജന്യമായിരിക്കുമെങ്കിലും മറ്റു സ്റ്റേഷനിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് റെയിൽ ടെല്ലിനെയും മറ്റ് സ്വകാര്യ സേവനദാതാക്കളെയും സഹകരിപ്പിക്കുമെന്ന് ഗൂഗിൾ അറിയിച്ചു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. പ്രതിസന്ധികൾ മറികടന്ന് ബഹ്റൈൻ കുതിക്കുകയാണ്. ഗൾഫിലെ പവിഴദ്വീപായ ബഹ്റൈൻ ഇന്ന് 44ാം ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിലാണ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഗൾഫിലെ പവിഴദ്വീപ് എന്ന് അറിയപ്പെടുന്ന ബഹ്റൈൻ ഇന്ന് 44ാം ദേശീയ ദിനം ആഘോഷിക്കുകയാണ്. അറബ് മേഖല അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ മറികടക്കാൻ ശക്തമായ ഭരണപരിഷ്കരണ നടപടികൾ തുടങ്ങുന്നതിനിടയിലാണ് ദേശീയ ദിനം എത്തുന്നത്. രാജ്യത്തെ പുരോഗതിയുടെ പുതിയ പാതയിലേക്ക് നയിക്കാൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ, പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ, കിരീടാവകാശിയും 1ാം ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുടെ നേതൃത്വത്തിന് കീഴിൽ സ്വദേശികളും വിദേശികളും ഒത്തൊരുമിച്ച് നീങ്ങുകയാണ്. പെട്രോളിന്റെ വിലയിടിവിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ ചെലവ് ചുരുക്കൽ അടക്കമുള്ള നടപടികളുമായി ഭരണകൂടം ഏറെ മുന്നേറി. വിദേശികളുടെ എണ്ണം മൊത്തം ജനസംഖ്യയുടെ 50% നിജപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ്. പൊതുചെലവുകൾ 30% വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിദേശികൾക്ക് സബ്സിഡികൾ എടുത്തുകളഞ്ഞും നികുതി ഏർപ്പെടുത്തിയും കൂടുതൽ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനാണ് ശ്രമം. സബ്സിഡികൾ വെട്ടിക്കുറക്കുന്നത് ജീവിത ചെലവ് വർദ്ധിപ്പിക്കുമെങ്കിലും രാജ്യത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണെന്ന ആശ്വാസത്തിലാണ് മലയാളികൾ അടക്കമുള്ള പ്രവാസി സമൂഹം. ഇറാന്റെ നീക്കങ്ങളും ISന്റെ പ്രവർത്തനങ്ങളും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയുയർത്തുന്നു. എന്നാൽ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സമയോചിത ഇടപെടൽ വഴി ബാഹ്യശക്തികളുടെ കടന്നുകയറ്റം ചെറുത്തുതോൽപ്പിക്കാൻ കഴിഞ്ഞു. സഞ്ചാരികളെയും നിക്ഷേപകരെയും ആകർഷിക്കാൻ വിസ നിയമങ്ങളിൽ മാറ്റം വരുത്തി. അനധികൃതമായി തങ്ങുന്നവർക്ക് രാജ്യം വിട്ടുപോകാൻ പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. ഡിസംബർ 31 കാലാവധി അവസാനിക്കാനിരിക്കെ അധികമാരും പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ട്രാഫിക് നിയമം, വാടക കരാർ നിയമം എന്നിവ പരിഷ്കരിച്ചു.
ആരോഗ്യ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ചെലവ് കുറക്കാൻ ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്താൻ നീക്കം നടക്കുന്നുണ്ട്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. സഹിഷ്ണുതയുടെ പ്രവാചകൻ എന്ന ശീർഷകത്തിൽ ബഹ്റൈൻ ICF സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനവും 44ാമത് ബഹ്റൈൻ ദേശീയ ദിനാഘോഷ പരിപാടിയും ഇന്ന് രാത്രി 7 മണിക്ക് ഈസ ടൌൺ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടക്കും. ബഹ്റൈൻ പാർലമെന്റ് കാര്യമന്ത്രി അഹമ്മദ് അബ്ദുൽ വാഹിദ് അൽ വറാ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേരള ജമിയത്തുലുലമ പ്രസിഡന്റ് റയീസുലുലമ ഇ സുലൈമാൻ മുസ്ലിയാരും അഖിലേന്ത്യാ സുന്നി ജമിയത്തുലുലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും മുഖ്യാതിഥികളായിരിക്കും. ബഹ്റൈനിലെ പ്രമുഖ പണ്ഡിതൻ നാജി റാഷിദ് അൽ അറബിയും റാസി ഫൈസൽ അൽ റഹ്മയും പങ്കെടുക്കും. പരിപാടിയുടെ വിജയത്തിനായി 210 സാന്ത്വനം വണ്ടിയർമാർ സജ്ജരായിട്ടുണ്ട്. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന ഘോഷയാത്രയിൽ ബഹ്റൈനിലെ 11 മദ്രസകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ICF RSC നേതാക്കളും അണിനിരക്കും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. KCF പ്രഖ്യാപിച്ച ഇഷ്കെ റസൂൽ മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി KCF അബുദാബി സോൺ സംഘടിപ്പിച്ച ഇഷ്കെ റസൂൽ ബുർദ മജ്ലിസിന് KCF അബുദാബി ബുർദ സംഘം നേതൃത്വം നൽകി. സയ്യിദ് മുസ്തഫ പൂക്കോയ മിസ്ബാഹി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടി KCF UAE നാഷണൽ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് സൈദി ഈശ്വരമംഗലം ഉദ്ഘാടനം ചെയ്തു. യുവ പണ്ഡിതനും പ്രഭാഷകനുമായ ഉസ്മാൻ സഖാഫി മാവൂർ മദ്ഹ് റസൂൽ പ്രഭാഷണം നടത്തി. സോൺ പ്രസിഡന്റ് KH മുഹമ്മദ് കുഞ്ഞി സഖാഫി അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ KCF INC ജനറൽ സെക്രട്ടറി ഹാജി ഷേഖ് ബാവ മംഗലാപുരം, KCF അബുദാബി ബുർദ ചെയർമാൻ ഇബ്രാഹിം റൈറ്റ് മാർബിൾ, KCF അബുദാബി സോൺ ജനറൽ സെക്രട്ടറി ഹസൈനാർ അമാനി അജാവരം, റഫീഖ് ജൌഹരി തുടങ്ങിയവർ സംബന്ധിച്ചു. മനുഷ്യ ശരീരത്തിൽ ഹൃദയാഘാത സാധ്യത മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ഉപകരണം ലോക പേറ്റന്റിന് സമർപ്പിച്ചു. കാസർകോട് സ്വദേശിയായ യുവശാസ്ത്രജ്ഞൻ ഡോക്ടർ മുഹമ്മദ് ഷാക്കിർ വികസിപ്പിച്ച ആക്റ്റീവ് സെൻസ് എന്നു പേരിട്ട സാങ്കേതിക വിദ്യക്ക് ഇതിനകം മലേഷ്യൻ പേറ്റന്റ് ലഭിച്ചു. അടുത്ത വർഷം അവസാനത്തോടെ വിപണിയിൽ ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്ന ഡിവൈസിന് 500 ഖത്തർ റിയാൽ ഏകദേശം 9,000 ഇന്ത്യൻ രൂപ വില വരും. ലോക മെഡിക്കൽ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഖത്തറിലെ മലയാളി ശാസ്ത്രജ്ഞൻ വികസിപ്പിച്ചത്. ECG, EEG സംവിധാനങ്ങൾ സംയോജിപ്പിച്ച് ഫസി ലോജിക് ഉപയോഗിച്ചാണ് ശരീരത്തിൽ ഘടിപ്പിക്കുന്ന ഡിവൈസ് അറ്റാക്കിനുള്ള സാധ്യത കണ്ടെത്തുക. ഹൃദയമിടിപ്പിൽ വരുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും നേരത്തെ അറിയുകയും ബ്ലൂടൂത്ത് വഴി ബന്ധിപ്പിച്ച സ്മാർട്ട് ഫോണിൽ സന്ദേശമായും വൈബ്രേഷനായും അറിയിക്കുകയും ചെയ്യും. മനുഷ്യ ശരീരത്തിൽ അറ്റാക്ക് സിഗ്നലുകൾ നേരത്തെ പ്രകടമാകുമെന്നും ഇത് കണ്ടെത്താനുള്ള സംവിധാനമാണ് വികസിപ്പിച്ചതെന്നും ഡോക്ടർ ഷാക്കിർ പറഞ്ഞു. 3 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുമുള്ള ഉപകരണം നെഞ്ചിലോ കൈത്തണ്ടയിലോ പുറത്തേക്ക് അറിയാത്ത രീതിയിൽ ഘടിപ്പിക്കാം. മലേഷ്യയിലെ പെട്രോണാസ് യൂണിവേഴ്സിറ്റിയിൽ ബയോമെഡിക്കൽ സിസ്റ്റംസിൽ ഗവേഷണം നടത്തുന്ന ഡോക്ടർ ഷാക്കിർ 4 വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഡിവൈസ് വികസനം വിജയകരമായി പൂർത്തിയാക്കിയത്. മലേഷ്യ, അമേരിക്ക, ലണ്ടൻ, ഖത്തർ എന്നിവിടങ്ങളിൽ സാങ്കേതികവിദ്യ പ്രദർശിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് മലേഷ്യൻ പേറ്റന്റ് ഓഫീസിന്റെ അംഗീകാരം ലഭിച്ചത്. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സാഗരം ദൂരെ ഒളിലെങ്കിടും നൂറേ, സാദരം ചാരെ അണയേണമിവൻ പൂവേ, ചൊല്ലിടുന്നിതാ നിലാവേ, സങ്കടങ്ങളേറി ഞാനേ, ചൊല്ലിടുന്നിതാ നിലാവേ, സങ്കടങ്ങളേറി ഞാനേ. ദൈവതഞ്ചാരെ ദിനരാത്രികളില്ലാതെ ചൊല്ലി ഞാനേറെ സ്വലവാത്തുകളൻ ജീവേ, കഥനമൊന്ന് കേൾക്കുന്നൂറേ, കനവിലൊന്ന് വാനിലാവേ, കഥനമൊന്ന് കേൾക്കുന്നൂറേ, കനവിലൊന്ന് വാനിലാവേ. തിരുമദീന ചാരയൻ ഹബീബിലണയുവാൻ കരയുമീ കണങ്ങൾ കണ്ണിലെന്നും മൂകമായി, നറുനിലാവിൻ പൗർണമിയോടന്ന് ചൊന്നു ഞാൻ, ഒന്ന് ചൊല്ലിടണേ എൻ സലാമിൻ മുത്തിനാ. തിരുമദീന ചാരയൻ ഹബീബിലണയുവാൻ കരയുമീ കണങ്ങൾ കണ്ണിലെന്നും മൂകമായി, നറുനിലാവിൻ പൗർണമിയോടന്ന് ചൊന്നു ഞാൻ, ഒന്ന്
ചൊല്ലിടണേ എൻ സലാമിൻ മുത്തിനാ. സ്വീകരിക്കില്ലേ വ്യത തീർക്കുമുല്ലേ എൻ ഹബീബൽ. മർക്കസ് ഡൽഹി ചാപ്റ്ററും SSF ഡൽഹി സോൺ കമ്മിറ്റിയും സംയുക്തമായി മീലാദ് ക്യാമ്പയിൻ ആചരിക്കുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി മൌലിദ് പാരായണം, പ്രകീർത്തന സദസ്സുകൾ, പ്രവാചക പഠന ക്യാമ്പുകൾ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമുകൾ, വിവിധ തലങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ രചനാ മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. ക്യാമ്പയിന്റെ സമാപനം ഫെബ്രുവരി 7-ന് വസന്തം 2016 എന്ന പേരിൽ ന്യൂഡൽഹിയിലെ മുഴുവൻ സംഘടനാ കുടുംബത്തെയും സംഘടിപ്പിച്ച് വിപുലമായ പ്രോഗ്രാം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. JNUIS, IIT, ജാമിയ മില്ലിയ, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹംദർദ് യൂണിവേഴ്സിറ്റി, അംബേദ്കർ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ മലയാളി വിദ്യാർത്ഥികളെയും വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന മലയാളി സ്കൂൾ കുട്ടികളെയും സംഘടിപ്പിച്ച് കേരളത്തിലെ സാഹിത്യോത്സവ മാതൃകയിലാണ് വസന്തം 2016 സംഘടിപ്പിക്കുന്നത്. വസന്തം 2016ന്റെ ലോഗോ പ്രകാശനം ഷാഹുൽ ഹമീദ് ബാഖവി ശാന്തപുരവും ക്യാമ്പയിന്റെ ഭാഗമായി നിർമ്മിച്ച വെബ്സൈറ്റ് ജാമിയ മില്ലിയ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ അഷ്റഫ് ഇല്യാസും ഡൽഹി മർക്കസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രകാശനം ചെയ്തു. നിയാസ് സഖാഫി മാങ്കടവ്, SSF ഡൽഹി സോൺ ജനറൽ സെക്രട്ടറി അഫ്സൽ മൂസ, ജാഫർ നൂറാനി, ഹൈദർ നൂറാനി തുടങ്ങിയവർ പങ്കെടുത്തു. 60 വയസ്സ് കഴിഞ്ഞ് സേവനത്തിൽ നിന്ന് വിരമിച്ച മദ്രസ മുഅല്ലിം, മസ്ജിദ് ഇമാം, ഖതീബ്, മുഅദ്ദിൻ തുടങ്ങിയ ഉസ്താദുമാർക്ക് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA സംസ്ഥാന ക്ഷേമ ബോർഡ് നൽകി വരുന്ന സ്ഥിരം ക്ഷേമ പെൻഷന് പുതുതായി അപേക്ഷ സമർപ്പിച്ചവരുടെ തെളിവെടുപ്പ് നാളെ രാവിലെ 11-ന് കോഴിക്കോട് സമസ്ത സെന്ററിൽ നടക്കും. അപേക്ഷകർ ബന്ധപ്പെട്ട രേഖകളുമായി നേരിൽ ഹാജരാകേണ്ടതാണ്. അനാരോഗ്യം മൂലം നേരിൽ വരാൻ സാധിക്കാത്തവർ അടുത്ത ബന്ധമുള്ള ഒരാളെ രേഖകൾ സഹിതം അയക്കണമെന്ന് SMA സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അറിയിച്ചു. 4.5 ദശകമായി ശ്രദ്ധേയമായ കാൽവെപ്പ് നടത്തി സമൂഹത്തിന്റെ കൈത്താങ്ങായ ഉത്തര കേരളത്തിലെ പ്രമുഖ സ്ഥാപനമായ ജാമിയ സൈദിയയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. 2016 ഫെബ്രുവരി 12 മുതൽ 14 വരെ നടക്കുന്ന 46-ാം വാർഷിക സനദ്ദാന മഹാസമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്ത് തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NA നെല്ലിക്കുന്ന് MLA A സൈഫുദ്ദീൻ ഹാജി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, നേമം സിദ്ദീഖ് സഖാഫി, ഹക്കീം കുന്നിൽ, മുഹമ്മദ് സൈദി ആറ്റിങ്ങൽ, അബ്ദുൽ കരീം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാഭ്യാസ ജീവകാരുണ്യ രംഗത്ത് മാതൃക സൃഷ്ടിച്ച് മുന്നേറുന്ന ജാമിയ സൈദിയ അറബിയയിൽ ഒരു അനാഥ ബാലികയ്ക്ക് കൂടി മംഗല്യഭാഗ്യം ലഭിച്ചു. 10 വർഷത്തോളമായി സൈദിയ വനിതാ യത്തീംഖാനയിൽ പഠിച്ചുകൊണ്ടിരുന്ന മർഹൂം ഇബ്രാഹിമിന്റെ മകൾ റഹ്മത്തുന്നിസയാണ് വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചത്. ചൌക്കി പിരിയടുക്കയിലെ അയ്യൂബ് എന്നയാളുടെ മകൻ ഹാരിസ് എന്ന യുവാവാണ് റഹ്മത്തുന്നിസയെ നിക്കാഹ് ചെയ്യാൻ മുന്നോട്ട് വന്നത്. 15 വർഷം പിന്നിടുന്ന സഅദിയ വനിതാ യത്തീംഖാനയിൽ കഴിഞ്ഞ 10 വർഷത്തോളമായി പഠിച്ചുവരുന്ന റഹ്മത്തുന്നിസ മച്ചമ്പാടിയിലെ മർഹൂം ഇബ്രാഹിമിന്റെയും ആസിമയുടെയും മകളാണ്. 11 വർഷം മുമ്പ് പിതാവ് നഷ്ടപ്പെട്ട റഹ്മത്തുന്നിസ ഇപ്പോൾ സഅദിയ വനിതാ കോളേജിൽ അഫ്ളലുൽ ഉലമ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കെയാണ് വിവാഹ സൌഭാഗ്യമുണ്ടായത്. സഅദിയയുടെ തണലിൽ ഇതോടെ 32 പെൺകുട്ടികൾക്ക് മംഗല്യ സൌഭാഗ്യമുണ്ടായി. സഅദിയ മസ്ജിദ് യൂസുഫ് നസറുള്ളയിൽ നൂറുകണക്കിന് പണ്ഡിതരുടെയും വിദ്യാർത്ഥികളുടെയും സ്ഥാപന സംഘടനാ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ധന്യമായ നിക്കാഹ് സദസ്സിന് ജാമിയ സഅദിയ സെക്രട്ടറി AP അബ്ദുള്ള മുസ്ലിയാർ മാണിക്കോത്ത് കാർമ്മികത്വം വഹിച്ചു. സ്വാലിഹ് സഅദി തളിപ്പറമ്പ്, കുട്ടശ്ശേരി അബ്ദുള്ള ബാഖവി, KK അബ്ദുള്ള ബാഖവി, അബ്ദുള്ള ഫൈസി നക്രാജെ, അബ്ദുൽ ഹമീദ് മൗലവി ആലമ്പാടി, ഷറഫുദ്ദീൻ സഅദി, ഇബ്രാഹിം സഅദി വിട്ടൽ തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. വിജ്ഞാന പ്രസരണ വഴിയിൽ 10 വർഷം പിന്നിട്ട മുക്കം തൂങ്ങാമ്പുറം ബാഖിയാത്ത് സ്വാലിഹാത്ത് ദശവാർഷികാഘോഷം ജനുവരി 11-12 തീയതികളിൽ നടത്താൻ സംഘാടക സമിതി രൂപവൽക്കരണ കൺവെൻഷൻ തീരുമാനിച്ചു. ഹിഫ്ലുൽ ഖുർആൻ കോളേജ്, ദഅ്വ കോളേജ്, ഫിഖ്ഹ് ഗവേഷണ പഠന കേന്ദ്രം എന്നിവയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 10 ഇന പരിപാടികളോടെ നടക്കുന്ന ദശവാർഷികത്തിന് സംഘാടക സമിതി രൂപവൽക്കരിച്ചു. കൺവെൻഷൻ അബൂബക്കർ സഖാഫി വെണ്ണക്കോടിന്റെ അധ്യക്ഷതയിൽ OM അബൂബക്കർ ഫൈസി ഉദ്ഘാടനം ചെയ്തു. RK മുഹമ്മദ് സഖാഫി സ്വാഗതവും TT അഹമ്മദ് കുട്ടി ഹാജി നന്ദിയും പറഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര മീലാദ് സമ്മേളനവും ദേശീയ ദിനാഘോഷവും ഇന്ന് ബഹ്റൈനിൽ. റയീസുൽ ഉലമയും ഖമറുൽ ഉലമയും സംബന്ധിക്കും തത്സമയം KMIC-യിൽ. ഡൽഹി മർക്കസും സോൺ SSFും സംയുക്തമായി മീലാദ് ക്യാമ്പയിൻ ആചരിക്കുന്നു. തന്റെ ഫയലുകളും CBI കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് വിട്ടുനിന്ന സ്പീക്കർ N ശക്തൻ സഭയിലെത്തി. പ്രതിമാ വിവാദം ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ല. മോദിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്.
പ്രതിസന്ധികൾ മറികടന്ന് ബഹ്റൈൻ കുതിക്കുകയാണ്. ബഹ്റൈൻ ഇന്ന് 44ാം ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിൽ. ജാമിയ സൈദിയുടെ പ്രവർത്തനം പ്രശംസനീയമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മോദിയുടെ പ്രസംഗ പരിഭാഷ തെറ്റിച്ച സംഭവം ഹിന്ദി അറിയാം, പ്രസംഗം കേൾക്കാത്തതിനാൽ പിന്മാറുകയായിരുന്നുവെന്ന് കെ സുരേന്ദ്രൻ. ഹൃദയാഘാതം 3 മാസം മുമ്പ് അറിയാം, മലയാളി വികസിപ്പിച്ച ഉപകരണത്തിന് പേറ്റന്റ് ലഭിച്ചു. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഗൂഗിൾ സൗജന്യ വൈഫൈ ജനുവരി മുതൽ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.